നവകേരള സദസ്സ് എന്ന് പേരിട്ട നമ്മുടെ മുഖ്യമന്ത്രിയുടെയും സഹമന്ത്രിമാരുടെയും ബസ് യാത്ര കാസർഗോഡ് ജില്ലയിലെ പൈവളികയിൽ നിന്ന് ആരംഭിച്ച് 36 ദിവസം പിന്നിട്ട് ഇന്ന് തിരുവനന്തപുരത്ത് അവസാനിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഇതിൻ്റെ കലാശക്കൊട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് വളരെ സംഭവബഹുലവും സംഘർഷപൂരിതവുമായ ഒരു യാത്രയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഒരു അശ്വമേധ യാഗം എന്ന് വേണമെങ്കിൽ പറയാം. പണ്ട് ഈ ക്ഷത്രിയരായ രാജാക്കന്മാർ അവരുടെ കീർത്തി പരത്തുന്നതിന് വേണ്ടിയിട്ടും ശത്രുക്കളുടെ മേലെ അവരുടെ ആത്യന്തികമായ വിജയം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു കുതിര അഴിച്ചു വിടുന്നു. ആ കുതിര പോകുന്ന സ്ഥലത്ത് ആരും അതിനെ തടയുന്നില്ല. ആരെങ്കിലും കുതിരയെ പിടിച്ചു കെട്ടുകയാണെങ്കിൽ അവരുമായിട്ട് ആ രാജാവ് യുദ്ധം ചെയ്ത് അവരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് അദ്ദേഹത്തിൻ്റെ പ്രശസ്തി വീണ്ടും കൂടുതൽ ഉജ്ജ്വലമാക്കും എന്നുള്ളതാണ് സങ്കല്പം. അതിനാണ് അശ്വമേധം, രാജസൂയം മുതലായ യാഗങ്ങൾ നടത്തിയിരുന്നത്. ഇവിടെ പിണറായി വിജയൻ്റെ ഒരു അശ്വമേധമാണ് ഒരു ബസ് യാത്രയിലൂടെ നടത്തപ്പെടുന്നത്. 140 മണ്ഡലങ്ങളിലും അദ്ദേഹം ബസ്സായിട്ട് സഞ്ചരിച്ച് ചെല്ലുന്ന സ്ഥലത്തൊക്കെ പൗരമുഖ്യന്മാരുമായിട്ട് ഒത്ത് പ്രാതൽ കഴിക്കുന്നു, പൊതുജനങ്ങളിൽ നിന്ന് പരാതി നേരിട്ട് സ്വീകരിക്കുന്നു. അതിലുപരി അദ്ദേഹത്തിൻ്റെ ഭരണ നേട്ടങ്ങൾ അദ്ദേഹവും സഹമന്ത്രിമാരും ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. ഈ ടെലിവിഷൻ്റെയും വർത്തമാന പത്രങ്ങളുടെയൊക്കെ കാലത്ത് ഇദ്ദേഹത്തിൻ്റെ ഭരണ നേട്ടങ്ങൾ അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ നേട്ടങ്ങൾ എത്തിക്കാം. അങ്ങനെ സർക്കാരിൻ്റെ പ്രശസ്തി കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അതുപോലെ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുക, പാലസ്തീൻ പ്രശ്നത്തിൽ ഇന്ത്യയുടെ വിദേശ നയത്തെ ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ സാമ്രാജ്യത്വത്തിനെതിരായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ പോരാട്ടം കൂടുതൽ തീവ്രമാക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില ഉദ്ദേശങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള പല വിഷയങ്ങളും ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടില്ല. ഉദാഹരണത്തിന് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട തട്ടിപ്പ്, അതിൽ മാർക്സിസ്റ്റുകാർക്കുള്ള പങ്കാളിത്തം, അതിൽ സർക്കാരിൻ്റെ നിലപാട്, അതല്ലെങ്കിൽ കരിമണൽ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് മാസപ്പടി വാങ്ങിയതുമായി ബന്ധപ്പെട്ട വിവാദം, അതിൽ PV എന്ന് പേര് പറഞ്ഞിട്ടുള്ള ആളാരാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് പ്രത്യേകിച്ച് യാതൊരു സേവനവും ചെയ്യാതെ എന്തുകൊണ്ടാണ് കർത്താവ് 5, 3, 8 ലക്ഷം രൂപ വീതം പ്രതിമാസം കൊടുത്തുകൊണ്ടിരുന്നത്? ഇതിനെക്കുറിച്ചൊന്നും ഒരു വിശദീകരണവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇത് ചോദിക്കാൻ തുനിഞ്ഞ ആളുകളെയൊക്കെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതുപോലെ കർഷകരുടെ ആത്മഹത്യ, ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയത്, മറിയക്കുട്ടി എന്ന ഒരു വിധവ ഭിക്ഷാപാത്രവുമായിട്ട് അടിമാലിയിൽ ഭിക്ഷയായിരിക്കേണ്ടി വന്ന സാഹചര്യം, ഇതിനെക്കുറിച്ചൊന്നും യാതൊരു വിശദീകരണവും ഉണ്ടായില്ല. അപ്പോൾ സർക്കാരിൻ്റെ കോട്ടങ്ങളെക്കുറിച്ചിട്ട് പരിപൂർണമായിട്ടും നിശബ്ദത പാലിക്കുകയും സർക്കാരിൻ്റേതാണ് എന്ന് പറയുന്ന ചില നേട്ടങ്ങളെക്കുറിച്ച് വളരെയധികം വാചാലമാവുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ഇങ്ങനെ ഒരു യാത്ര നടത്തിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് നേട്ടമുണ്ടായി എന്ന് ചോദിച്ചാൽ, പൗരപ്രമുഖന്മാരായ കുറച്ച് പേർക്ക് മുഖ്യമന്ത്രിയുടെ കൂടെ ഇരുന്ന് ഇഡ്ഡലി, ദോശ, ചമ്മന്തി, അതിൽ ഉപ്പുമാവും പഴമൊക്കെ കഴിക്കാൻ സാധിച്ചു എന്നുള്ളൊരു നേട്ടമാണ്. അത് ഒഴിച്ചാൽ വേറെ എന്ത് നേട്ടമുണ്ടായി എന്ന് ചോദിച്ചാൽ സത്യമായിട്ട് ഒരു നേട്ടം ഉണ്ടായിട്ടില്ല. പിന്നെ കുറച്ച് പേർക്ക്, സ്കൂൾ കുട്ടികളടക്കം കുറച്ച് പേർക്ക് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ബസ് യാത്ര നടത്തുന്നത് കാണാൻ കഴിഞ്ഞു. മുഖ്യമന്ത്രിയെ കാണാൻ കഴിഞ്ഞില്ല, ബസ് കാണാൻ കഴിഞ്ഞു. പൊതു ഖജനാവിൽ നിന്ന് ഇതിനുവേണ്ടി പണമൊന്നും ചെലവഴിച്ചില്ല എന്ന് പറയുമ്പോഴും ജില്ലാ ഭരണകൂടങ്ങളെ ഉപയോഗിച്ചിട്ടാണ് എല്ലാ സ്ഥലത്തും സ്റ്റേജ് തയ്യാറാക്കിയതും മറ്റ് സൗകര്യങ്ങളും ഉറപ്പാക്കിയതും. നികുതി കുടിശ്ശികയുള്ള ആളുകളിൽ നിന്നും വലിയ വ്യാപാരികൾ, വ്യവസായികൾ, അതുപോലെ പാറമട നടത്തുന്ന ആളുകൾ, ഇതുപോലെ വട്ടിപ്പലിശയ്ക്ക് പണം കടം കൊടുക്കുന്ന ആളുകൾ, ഇവരിൽ നിന്നൊക്കെയാണ് ഇതിന് വേണ്ട ഫണ്ട് സമാഹരിച്ചത്. അങ്ങനെയാണ് ഓരോ 140 മണ്ഡലത്തിലും ഈ നവകേരള സദസ്സുകൾ സംഘടിപ്പിച്ചത്. അപ്പോൾ ഇതിനൊക്കെ പ്രത്യുപകാരം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഏത് രീതിയിലായിരിക്കും കിട്ടുക എന്നുള്ളതും ചിന്തനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിലുപരി ഈ നവകേരള സദസ്സുകൾ സംഘടിപ്പിച്ചതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കും ഇപ്പോഴത്തെ സർക്കാരിനും എന്ത് നേട്ടമുണ്ടായി എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു വിഷയം. സത്യം പറഞ്ഞാൽ ഇത് നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ആകെ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം കോൺഗ്രസ്സുകാരുടെ പ്രതിഷേധം കാസർഗോഡ് ജില്ലയിലൊക്കെ വളരെ നാമമാത്രമായിരുന്നു. കണ്ണൂർ വെച്ചാണ് അത് കുറേശ്ശെ പ്രത്യക്ഷമാകാൻ തുടങ്ങിയത്. നവകേരള സദസ്സ് കൂടുതൽ അൺപോപ്പുലർ ആവുകയാണ് എന്ന് കണ്ടപ്പോഴാണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഈ യാത്രയെക്കുറിച്ച് വിപരീത അഭിപ്രായം ശക്തിപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് കോൺഗ്രസ്സുകാർ അധികമായിട്ട് എറണാകുളം ജില്ല മുതൽക്ക് തെക്കോട്ട് കരിങ്കൊടി പ്രതിഷേധം ഊർജിതമാക്കിയത്. ഇവരെവിടെയൊക്കെ പ്രതിഷേധം നടത്തിയോ അവിടെയൊക്കെ പോലീസുകാർ പ്രതിഷേധക്കാരെ പിടിച്ചു മാറ്റിയതോ തല്ലിയതോ നമുക്ക് മനസ്സിലാക്കാം. അത് അവരുടെ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഓരോ സ്ഥലത്തും ഈ CPMകാർ, പ്രത്യേകിച്ച് DYFIക്കാർ നടത്തിയ ജീവൻ രക്ഷാ പ്രവർത്തനം, അത് കേരള സംസ്ഥാനത്ത് ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടാകുന്നതാണ്. ഇതിന് പരഭാഗ ശോഭ അണിയിക്കുന്ന സംഭവങ്ങൾ വേറെ ഉണ്ടായി. ഒന്ന്, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട്ട് അങ്ങാടിയിൽ നടത്തിയ റോഡ് ഷോയാണ്.
ഇവിടെ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങൾക്കും നിരവധി കവചിത വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി മാത്രമേ ഇതുപോലെ ഒരു യാത്ര നടത്താൻ പറ്റുള്ളൂ. ജനങ്ങൾ തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയാണ്. നേരെ മറിച്ച് കേന്ദ്ര സർക്കാർ നിയമിച്ച ഒരു ഗവർണർക്ക് കോഴിക്കോട് അങ്ങാടി പോലെ ജനനിബിഡമായ ഒരു സ്ഥലത്ത് പറയത്തക്ക സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ, അല്ലെങ്കിൽ ഉള്ള സെക്യൂരിറ്റി തന്നെ വകവയ്ക്കാതെ ആ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി നടക്കാനും അവരെ ചേർത്ത് നിർത്താനും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനും സെൽഫി എടുക്കാനും മിഠായി തെരുവിൽ നിന്ന് അലുവ വാങ്ങി കഴിക്കാനും കഴിഞ്ഞു എന്ന് തെളിയിക്കുമ്പോൾ അത് സത്യത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ തലക്കിട്ടുള്ള ഒരു കിഴുക്കായിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ. അപ്പോൾ സർക്കാരിൻ്റെ നേരത്തെ തന്നെ മങ്ങിയ പ്രതിച്ഛായ കൂടുതൽ മോശമാക്കാൻ മാത്രമേ ഈ നവകേരള യാത്ര കൊണ്ട് പ്രയോജനം ഉണ്ടായിട്ടുള്ളൂ. അതൊരു പ്രയോജനമാണെങ്കിൽ പിന്നെ CPM-ൻ്റെ സൈബർ പോരാളികൾക്കും ദേശാഭിമാനിയിൽ വരുന്ന എല്ലാ വാർത്തകളും സത്യമാണെന്ന് വിചാരിക്കുന്നവർക്കും തീർച്ചയായിട്ടും അഭിമാനിക്കാൻ വകയുണ്ട്. അവർക്ക് മാത്രമേ ഇതിൽ അഭിമാനിക്കാനും സന്തോഷിക്കാനും എന്തെങ്കിലും വകയുള്ളൂ എന്നെനിക്ക് തോന്നുന്നു. 36 ദിവസം പിന്നിട്ട് ഈ യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോഴത്തേക്കും ഇത് തല്ലുമാല എന്ന് പറഞ്ഞ ഒരു നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം മുഖ്യമന്ത്രി പോകുന്ന എല്ലാ സ്ഥലത്തും കോൺഗ്രസ്സുകാർ ശക്തമായിട്ട് പ്രതിഷേധിക്കുന്നു. യുവമോർച്ചക്കാർ ചെറിയ തോതിലാണെങ്കിലും പ്രതിഷേധിക്കുന്നു. അവരുമായിട്ട് DYFIക്കാർ ഏറ്റുമുട്ടുന്നു. ഓരോ സ്ഥലത്തും വലിയ ചോരച്ചൊരിച്ചിലുണ്ടാകുന്നു. പോലീസ് ഒന്നുകിൽ നിസ്സഹായരായി കാഴ്ച കണ്ടു നിൽക്കുന്നു, അതല്ലെങ്കിൽ പോലീസുകാരും അവരുടേതായ ഒരു പങ്കാളിത്തം ഇതിൽ വഹിക്കുന്നു എന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തിരുവനന്തപുരത്ത് എത്തുമ്പോഴത്തേക്ക് സംസ്ഥാനം ഭയങ്കരമായ അരാജകത്വത്തിൽ പിടിയിൽ അമർന്നു കഴിഞ്ഞു എന്ന ഒരു ധാരണയാണ്, എന്നൊരു തോന്നലാണ് സാധാരണക്കാരായ നികുതിദായകർക്ക് ഉണ്ടാകുന്നത്.